അച്ഛന് നമുക്ക് നമ്മുടെ ഈ വർഷത്തെ 2025 ആദ്യ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രേയറിന്റെ മെസ്സേജ് നൽകിയത് അച്ഛനാണ്. ആ സമയത്ത് ഉള്ള ആളുകൾക്ക് അച്ഛനെ പരിചയമുണ്ട്. ഞാൻ അന്ന് അച്ഛനെ പരിചയപ്പെടുത്തുകയാണെങ്കിലും എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഒരിക്കൽ കൂടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. കുമ്മോണ ഭദ്രാസനത്തിലെ കോന്നി ഞക്കുകാവ് ഇടവകയുടെ വികാരിയായിട്ട് പ്രിയപ്പെട്ട അച്ഛൻ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് സെമിനാരിയിൽ പോയവരും പഠിച്ചവരുമാണ്. ഒരു ഭദ്രാസനത്തിൽ നിന്ന് ഒരേ സമയം സെമിനാരിയിൽ അഡ്മിഷൻ കിട്ടി. ഞങ്ങൾ ഒരുമിച്ച് സെമിനാരിയിൽ പഠിച്ചവരാണ്. ആ സ്നേഹവും ബന്ധവും ഇന്നും നിലനിൽക്കുന്നു. നമ്മുടെ വിഷയങ്ങളെ സംബന്ധിച്ച് പഠിപ്പിക്കുവാനും പറയുവാനും അച്ഛൻ ദൈവം കൃപയും അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ട്. അത് നമുക്ക് പകർന്നു തരുവാൻ ദൈവം പ്രിയപ്പെട്ട അച്ഛനെ ഒരുക്കി. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം സൗത്ത് വെസ്റ്റ് അമേരിക്ക MMVS-ലേക്ക് അതിൻ്റെ ഫെയ്ത്ത് സ്റ്റഡിയിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആരംഭിക്കാം. തുടങ്ങാം. പ്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒന്നിനായ AB എബ്രഹാമച്ചൻ, കർത്താവിൽ വാത്സല്യമുള്ള സ്ത്രീ സമാജ പ്രവർത്തകരെ, ദൈവനാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇപ്പോൾ അമേരിക്കയിൽ രാത്രിയാണെന്ന് എനിക്കറിയാം. ഇവിടെ വെള്ളിയാഴ്ച രാവിലെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ഈ സമയത്ത് നേരുന്നു. പ്രത്യേകിച്ച് ഈ അമേരിക്കൻ ഭദ്രാസനത്തിലെ ഒരു ഫെയ്ത്ത് സ്റ്റഡിക്ക് വേണ്ടി എന്നെ തിരഞ്ഞെടുത്തതിലുള്ളതായ എല്ലാ സ്നേഹവും പ്രത്യേകിച്ച് എൻ്റെ അടുത്ത സുഹൃത്തും സഹപാഠിയുമായ ബഹുമാനപ്പെട്ട എബി അച്ഛനെ അറിയിക്കുകയും ഇത് നടത്തത്തക്കവണ്ണം എന്നെ ഇടയാക്കിയതിൽ ദൈവത്തെ ഞാൻ പ്രത്യേകമായിട്ട് മഹത്വപ്പെടുത്തുകയും ചെയ്തു. ബഹുമാനപ്പെട്ട അച്ഛന് ഈ ക്ലാസ്സിനെ പറ്റി പറഞ്ഞപ്പോൾ അത് ഒരു വിശദമായ പഠനം തന്നെ നടത്തത്തക്കവണ്ണം എനിക്ക് ഇടയായി. ഞാനിപ്പോൾ ഇരിക്കുന്ന പള്ളി ഒരു കൊച്ചു പള്ളിയാണ്. അവിടെ അധികം തിരക്കില്ല. ആ തിരക്കില്ലാത്ത സമയത്ത് ഈ ഒരു ക്ലാസ് തയ്യാറാക്കാൻ സാധിച്ചത് കൊണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കാനും സാധിച്ചു. അത് നിങ്ങൾക്കും അത് പ്രയോജനകരമായി തീരട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. എനിക്ക് ലഭിച്ചിട്ടുള്ളതായ ക്ലാസ് ഫീസ്റ്റ് ആൻഡ് ഫാസ്റ്റ്, ദി ഇമ്പോർട്ടൻസ് ഓഫ് ലിറ്റർജിക്കൽ ഇയർ എന്നുള്ളതാണ്. അപ്പൊ ഇത് 2 ആഴ്ചയായിട്ട് ഓരോ മണിക്കൂറാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ന് ഞാൻ എടുക്കുന്ന വിഷയം ഫീസ്റ്റ് എന്നുള്ളതാണ്. കാരണം അതിന്റെ ഹെഡിങ് ഫീസ്റ്റ് ആൻഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞെങ്കിലും അത് രണ്ടും കൂടെ എടുത്തു കഴിയുമ്പോൾ ഒരു മണിക്കൂറിൽ കൂടുതലാകും. അതുകൊണ്ട് ഫീസ്റ്റ് എന്നുള്ള ഒരു വിഷയമാണ് ഇന്ന് ഞാൻ പ്രധാനമായിട്ട് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ റെക്കോർഡിങ് ആയതുകൊണ്ട് പിന്നീട് കേൾക്കാൻ സാധിക്കുകയോ ചെയ്യുമല്ലോ. എന്തായാലും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ഒരു ആരാധനാ വർഷത്തിൽ നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെ കൊണ്ടാടുന്നതാണ് ഈ പെരുന്നാളുകൾ. ഇപ്പൊ നമുക്കറിയാമല്ലോ, എല്ലാ ഞായറാഴ്ചയും ഒരു മാറാനായ പെരുന്നാളാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കർത്താവിന്റെ ഉയർപ്പാണ് നമ്മുടെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാൾ. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ക്ലാസ് എടുക്കുമ്പോൾ ഈ പെരുന്നാളുകൾ എന്ന വിഷയത്തിൽ 3 തരത്തിലുള്ള പെരുന്നാളുകളുണ്ട്. ഒന്നാമതായിട്ട് കർത്താവിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെ കൊണ്ടാടുന്ന മാറാനായ പെരുന്നാളുകൾ. 2, കർത്താവിന്റെ മനുഷ്യാവതാര ജീവിതത്തിലെ ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളെയും
അവരെ സംബന്ധിക്കുന്ന സംഭവങ്ങളെയും സ്മരിക്കുന്ന ദിനങ്ങൾ പെരുന്നാളുകളാണ്. അതായത് ദൈവമാതാവിനെ സംബന്ധിക്കുന്ന പെരുന്നാളുകൾ, സ്നേഹന്മാരുടെ ഓർമ്മ. മൂന്നാമതായിട്ട് കർത്താവിനെ പ്രതി പീഡയേറ്റ വധിക്കപ്പെട്ട സഹോദരന്മാരുടെയും കഷ്ടതകൾ സഹിച്ചിട്ടുള്ള മൗദ്യാനന്മാരുടെയും മറ്റ് വിശുദ്ധന്മാരുടെയും ഓർമ്മ. അപ്പൊ ഇങ്ങനെ ഈ 3 ഗണത്തിലാണ് നമ്മുടെ പെരുന്നാളുകൾ ഉള്ളത്. അപ്പൊ മാറനായ എന്ന വാക്കിന്റെ അർത്ഥം എ ബിഗ് ഡേ. മാറനായ ഈസ് എ ബിഗ് ഡേ റിലേറ്റഡ് ടു ക്രൈസ്റ്റ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒന്ന്, ഡേയ്സ് ഓഫ് സിഗ്നിഫിക്കൻസ് ഇൻ ദി ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആർ സെലിബ്രേറ്റഡ് ലൈക്ക് സൺഡേ. 2, ഡേയ്സ് ടു ബി കൺസിഡേർഡ് എലോങ് വിത്ത് മാറാനായ. 3, ഡേയ്സ് ടു ബി സെലിബ്രേറ്റഡ് ലൈക്ക് മാറാനായ. അപ്പം ഞായറാഴ്ച പോലെ വിശുദ്ധമായി കൊണ്ടാടപ്പെടുന്ന ദിവസങ്ങൾ, അതുപോലെ മാറാനായ പെരുന്നാളിനൊപ്പം നടത്തപ്പെടുന്നതായ പെരുന്നാളുകൾ, 3 മാറാനായ പോലെ നടത്തപ്പെടുന്ന പെരുന്നാളുകൾ. അപ്പോൾ ഇതിൽ ഈ മാറാനായ പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 12 പെരുന്നാളുകളുണ്ട്. ഈ 12 പെരുന്നാളുകളെ പറ്റി ഒരു സംക്ഷിപ്തമായിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ചുരുക്കത്തിൽ എല്ലാ പെരുന്നാളിനെ പറ്റിയും ഒരു 5-6 പോയിന്റ് പറഞ്ഞു കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഒന്നാമത്തെ പെരുന്നാൾ ബർത്ത് ഓഫ് ക്രൈസ്റ്റ്, ജനന പെരുന്നാളാണ്. അതിന് സുറിയാനിയിൽ എൽദോ എന്ന് പറയും. ഇത് ഡിസംബർ മാസം 24-ാം തീയതി രാത്രിയിലാണ് സാധാരണ നടത്തപ്പെടുന്നത്. അത് ഓരോ രാജ്യത്തിന്റെ ക്രമീകരണം അനുസരിച്ച് വ്യത്യാസം കാണുമെങ്കിലും ഡിസംബർ മാസം 24-ാം തീയതി രാത്രിയിലാണ് ഈ ശുശ്രൂഷ നടത്തപ്പെടുന്നത്. കർത്താവിന്റെ ജനനത്തിന്റെ ഓർമ്മയാണ്. ജീസസ് ഈസ് ബിലീവ്ഡ് ടു ഹാവ് ബീൻ ബോൺ ബിറ്റ്വീൻ 6 BC ആൻഡ് 4 BC ഇൻ ബേത്ലഹേം. അപ്പൊ BC 6-നും 4-നും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് യേശു ക്രിസ്തു ജനിച്ചതെന്നാണ് നമ്മൾ വായിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചത്. അന്നത്തെ അഗസ്റ്റൂസ് കൈസർ പ്രഖ്യാപിച്ച സെൻസസിന്റെ ഭാഗമായി ജോസഫും മറിയമും നസറത്തിൽ നിന്ന് ബേത്ലഹേമിലേക്ക് വന്നു. അവിടെ വെച്ച് യേശുതമ്പുരാന് ജന്മം നൽകി. നമ്മുടെ ശുശ്രൂഷയിൽ രാത്രി നമസ്കാരം ഉണ്ട്, തീജ്വാല ശുശ്രൂഷയുണ്ട്, സ്ലീബ ആഘോഷമുണ്ട്. ഈ തീജ്വാല ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ ജനന സമയത്ത് ആട്ടിടയന്മാർ കണ്ട ദിവ്യപ്രകാശത്തെയും അന്ധകാരത്തിലിരുന്ന ലോകത്തിന് ഉദിച്ച പ്രകാശത്തെയും പ്രതീകാത്മകമായി കാണുന്നു. ആട്ടിടയന്മാർ വന്ന് വണങ്ങിയതുപോലെ നാമും അന്ന് ആ പ്രകാശത്തെ വണങ്ങും. വിദ്വാൻമാർ വന്ന് പൊന്ന്, മൂര്, കുന്തിരിക്കം സമർപ്പിച്ചതുപോലെ നാമും കുന്തിരിക്കം ഇട്ട് സുഗന്ധീകരിക്കുന്നു. അപ്രകാരം നമ്മെ തന്നെ കാഴ്ചയായി സമർപ്പിക്കുന്നു. മാലാഹമാരെ പോലെ നാം സ്തുതിക്കുന്നു. അതുകൊണ്ട് അവസാനം മാലാഹമാരുടെ സ്തുതിപ്പ് ചൊല്ലുകയും ചെയ്തു. അവസാനമായി തീജ്വാല കുഴിയിൽ നിന്ന് ചാരമെടുത്ത് സൂക്ഷിക്കുകയും പല സ്ഥലങ്ങളിലും കൃഷിയിടങ്ങളിൽ കീടശല്യമോ മറ്റോ ഉണ്ടാകുമ്പോൾ അത് വിതറുന്ന ഒരു പതിവും ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമതായി നമ്മുടെ പ്രധാനപ്പെട്ട മാറനായ പെരുന്നാളാണ് യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ പെരുന്നാൾ. 2, ദനഹാ പെരുന്നാളാണ്. ഫീസ്റ്റ് ഓഫ് എപ്പിഫനി എന്ന് പറയും. ഫെസ്റ്റിവൽ ഓഫ് എപ്പിഫനി ഓർ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്. ജനുവരി മാസം 6-ാം തീയതി നമ്മൾ സാധാരണ ഇത് നടത്തുന്നു. അത് കർത്താവിന്റെ മാമോദീസ സ്വീകരണത്തിന്റെ ഓർമ്മയാണ്. ബാപ്റ്റിസം ഓഫ് അവർ ലോർഡ്. യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ വന്ന് 30-ാം വയസ്സിൽ തന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിലാണ് ഇത് നടത്തിയത്. അഗ്നി കൊണ്ടും ആത്മാവ് കൊണ്ടും മാമോദീസ നൽകുന്നവനെ യോഹന്നാൻ ലോകത്തിന് വെളിപ്പെടുത്തുന്നു. അതിനാൽ ഉദയത്തിന്റെ പെരുന്നാൾ എന്നും അർത്ഥമുള്ള ദനഹ എന്ന് ഈ പെരുന്നാളിന് പേരായി. ഇറ്റ് സിംബലൈസസ് ദി മാനിഫെസ്റ്റേഷൻ ഓഫ് ദി ഹോളി ട്രിനിറ്റി ടു ദി വേൾഡ്. തൃത്വത്തിന്റെ സാന്നിധ്യം പകർന്നു തരുന്ന അനുഭവമാണ് ഈ ദനഹ പെരുന്നാൾ.
It also celebrates the moments when God the Father proclaimed Jesus his beloved Son. പ്രകാശത്തിന്റെ പെരുന്നാൾ ആയതുകൊണ്ട് പന്തങ്ങളും എണ്ണ വിളക്കുകളും കത്തിച്ച് തെരുവുകളും വീടുകളും മുറ്റങ്ങളും പരിസരവും ഒക്കെയും പ്രകാശമാനമാക്കുന്ന രീതി പല സ്ഥലങ്ങളിലുമുണ്ട്. അന്ന് വിശുദ്ധ കുർബാനയിൽ പ്രഭാത നമസ്കാരം കഴിഞ്ഞ് കർത്താവിന്റെ മാമോദീസായി അനുസ്മരിച്ചുകൊണ്ടുള്ളതായ വെള്ളം വാഴ്ത്തൽ നടത്തുന്നു. കുർബാനയ്ക്ക് ശേഷം വാഴ്ത്തിയ വെള്ളം എല്ലാവരും കുടിക്കുന്നു. ചിലർ ഭവനത്തിൽ കൊണ്ടുപോവുകയും ചെയ്തു. ദൈവിക അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ഒഴുക്കുവാനുള്ള ഒരു ഉപാധിയായി അതിനെ കണക്കാക്കുകയും ചെയ്തു. ഇപ്പൊ രണ്ടാമത്തെ മാറാനായ പെരുന്നാളാണ് നമ്മുടെ ദൻഹ പെരുന്നാൾ. അടുത്തത് മായൽത്വ പെരുന്നാളാണ്. പ്രസന്റേഷൻ ഓഫ് അവർ ലോർഡ് ടു ദി ടെമ്പിൾ. ഫെബ്രുവരി മാസം 2-ാം തീയതി നടത്തപ്പെടുന്ന മാറാനായ പെരുന്നാൾ കർത്താവിന്റെ ദേവാലയ പ്രവേശനം. മായൽത്വ ഈസ് എ സിറിയക് വേർഡ് മീനിങ് എൻട്രി ഓഫ് ലോർഡ് ഇൻ ടു ദി ടെമ്പിൾ. യേശുവിന്റെ ജനനത്തിന് ശേഷം 40-ാം ദിവസം ദേവാലയത്തിൽ കാഴ്ചവെച്ച് ന്യായപ്രമാണത്തിലെ അനുഷ്ഠാനങ്ങൾ നടത്തുവാൻ വന്നതിന്റെ ഓർമ്മയാണ് മായൽത്വ പെരുന്നാൾ. ഇറ്റ് ഈസ് എസെൻഷ്യലി ദി ഫീസ്റ്റ് ഓഫ് ദി പ്യൂരിഫിക്കേഷൻ ഓഫ് ദി വിർജിൻ മേരി. മേരി ആൻഡ് ജോസഫ് bringing Jesus to the temple to fulfill the ritual purification laws, and where he was met by the prophet Simeon and Anna. യേശുക്രിസ്തുവിനെ കാണാതെ മരിക്കത്തില്ല എന്ന് അരുളപ്പാട് ലഭിച്ച ശീമോനെയും അതുപോലെ ദേവാലയത്തിൽ താമസിച്ചിരുന്ന ഹന്നായെയും അവിടെ വെച്ച് അവർ തമ്മിൽ കാണുന്നു. അപ്പൊ 4-ാം നൂറ്റാണ്ട് മുതൽ നമ്മുടെ സഭയിൽ ആഘോഷിച്ചു വരുന്ന പെരുന്നാളാണ് മായൽത്വ പെരുന്നാൾ. അത് കർത്താവിന്റെ ദേവാലയ പ്രവേശനത്തിന്റെ ഓർമ്മയുടെ പെരുന്നാളാണ്. 4-മതായി വചനിപ്പ് പെരുന്നാളാണ്. അനൗൺസിയേഷൻ ടു ബ്ലെസഡ് വിർജിൻ മേരി. അതിന് സൂബോറോ എന്ന് പറയും. മാർച്ച് മാസം 25-ാം തീയതിയാണ് നടത്തുന്നത്. ഗബ്രിയേൽ മാലാഖ കന്യക മറിയാമിന് പ്രത്യക്ഷപ്പെട്ട് യേശുവിന്റെ ജനനത്തെ പറ്റിയുള്ള ദൈവവചനം അറിയിച്ചതിന്റെ ഓർമ്മയാണ് വചനിപ്പ് പെരുന്നാൾ. Annunciation to the Virgin is one of the most important feast of our church. And Mariam was the first evangelizer and the first disciple of her own son, Savior and Lord Jesus Christ. യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ ഒരു സുവിശേഷകയായിരുന്നു കന്യക മറിയാം എന്ന് നമുക്ക് അതിനെപ്പറ്റി പറയുവാനും സാധ്യമാകും. അതിന്റെ പ്രത്യേകത ദുഃഖവെള്ളിയാഴ്ച ആയാലും വിശുദ്ധ കുർബാന നടത്തിയിട്ടേ ദുഃഖവെള്ളിയാഴ്ചയുടെ ശുശ്രൂഷകൾ ആരംഭിക്കത്തുള്ളൂ. അതുകൊണ്ട് 4-മത്തെ പ്രധാനപ്പെട്ട മാറാനായ പെരുന്നാളാണ് വചനിപ്പ് പെരുന്നാൾ. 5-മതായി കൂടാര പെരുന്നാളാണ്. അതിന്റെ മറുരൂപ പെരുന്നാൾ എന്ന് പറയും. ട്രാൻസ്ഫിഗറേഷൻ ഓഫ് ക്രൈസ്റ്റ്, ഫീസ്റ്റ് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. താബോർ മലയിലെ യേശുവിന്റെ രൂപാന്തരീകരണമാണ്. ജീസസ് ക്രൈസ്റ്റ് അപ്പിയർഡ് ഇൻ ഹിസ് ഡിവൈൻ ഗ്ലോറി ടു അപ്പോസിൽ പീറ്റർ, ജെയിംസ് ആൻഡ് ജോൺ. പത്രോസിനും യോഹന്നാനും യാക്കോബിനും യേശുദമ്പുരാൻ തന്റെ മഹത്വത്തിന്റെ അനുഭവത്തിൽ പ്രത്യക്ഷപ്പെട്ടതിന്റെ ഓർമ്മയാണ് നമ്മുടെ കൂടാര പെരുന്നാൾ. ആ സമയത്ത് മോശയും ഏലിയായും അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പി. ദിസ് ഈസ് മൈ സൺ, ദി ബിലോഡ്, ലിസൺ ടു ഹിം. അവിടെ വെച്ച പത്രോസ് കർത്താവിനോട് പറഞ്ഞു, റബ്ബി, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. ദിസ് ഈസ് ദി ഫോർഷാഡോവിങ് ഓഫ് ക്രൈസ്റ്റ് റിസറക്ഷൻ ആൻഡ് അസെൻഷൻ. അപ്പോൾ 5-മതായി നമ്മുടെ മാറാനായ പെരുന്നാളാണ് കൂടാര പെരുന്നാൾ അല്ലെങ്കിൽ മറുരൂപ പെരുന്നാൾ. 6-മതായി ശ്രീബ പെരുന്നാളാണ്. ശ്രീബ ഫീസ്റ്റ്. കർത്താവിന്റെ ശ്രീബ കണ്ടെടുത്തതിന്റെ ഓർമ്മ ആഘോഷിക്കുന്ന പെരുന്നാളാണ്. ഇറ്റ് മാർക്സ് ദി ഡിസ്കവറി ഓഫ് ദി ഹോളി ക്രോസ്
the instrument of salvation on which our Lord was crucified. അതിന്റെ ചരിത്രം AD 300 കാലഘട്ടത്തിൽ കുസ്തന്തീനോസ് ചക്രവർത്തി ഒരു യുദ്ധ പരാജയം മുന്നിൽ കണ്ട് ദുഃഖിച്ചിരിക്കുമ്പോൾ സ്വപ്നത്തിൽ ഒരു കുരിശടയാളവും ഇതുമൂലം നീ ജയിക്കുമെന്ന് ആകാശത്തിൽ എഴുതിയിരിക്കുന്നതും അദ്ദേഹം കണ്ടു. അപ്രകാരം കുരിശ് ആലേഖനം ചെയ്ത കൊടികളുമായി പോയി അദ്ദേഹം യുദ്ധം ജയിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് രാജാവും കുടുംബവും ക്രിസ്ത്യാനികളായി. അതിനുശേഷം യേശുതമ്പുരാന്റെ ക്രൂശ് കണ്ടെടുക്കാൻ വേണ്ടി ഈ രാജാവിന്റെ മാതാവായ ഹെലനിയും പടയാളികളും യെരുശലേമിലേക്ക് പോയി അത് കണ്ടെത്തുകയും ചെയ്തു. എന്നിട്ട് തലസ്ഥാനത്ത് കൊണ്ടുവന്ന് ഒരു പള്ളി പണിഞ്ഞ് അതിൽ സ്ലീബ സ്ഥാപിച്ചു. By venerating the Holy Cross, we honor Christ's sacrifice, passion and death. നമ്മൾ സ്ലീബായെ വണങ്ങുമ്പോൾ യേശുതമ്പുരാന്റെ ത്യാഗവും കഷ്ടതകളും മരണവും നമ്മൾ ഓർക്കുകയാണ്. സ്ലീബ എന്ന് പറഞ്ഞാൽ അത് വിജയത്തിന്റെയും രക്ഷയുടെയും അടയാളം കൂടിയാണ്. അപ്പോൾ 6ാമതായി നാം ആഘോഷിക്കുന്ന പ്രധാനപ്പെട്ട മാരണയ പെരുന്നാളാണ് സ്ലീബ പെരുന്നാൾ. 7ാമതായി ഓശാന ഞായർ, പാം സൺഡേ, സെലിബ്രേഷൻ ഓഫ് ജീസസ് ട്രയംഫൽ എൻട്രി ഇൻടു ജെറുസലേം. തിരുവെഴുത്ത് പ്രവചനങ്ങൾ പൂർത്തിയാകത്തക്കവണ്ണം ശിഷ്യന്മാരും അനുയായികളും ബാലന്മാരും മരച്ചില്ലകളും പൂക്കളും തുണികളും വിരിച്ച് ഹോശന്ന എന്നാർത്തുകൊണ്ട് അവരെ എതിരേറ്റു. ദി ഡേ ഇൻക്ലൂഡ്സ് എ പ്രൊസഷൻ, ദി ബ്ലെസ്സിങ്സ് ഓഫ് പാംസ് ആൻഡ് സിംഗിങ് ഓഫ് ഹോശന്ന. അന്നത്തെ പ്രധാനപ്പെട്ട കർമ്മങ്ങളാണ് ഒരു പ്രദക്ഷിണം, അത് കഴിഞ്ഞ് കുരുത്തോല വാഴ്വ്, ഹോശാന പാടുക. ഹോശാന എന്ന വാക്കിന്റെ അർത്ഥം സേവ് ഐ പ്രേ ഓർ സേവ് നൗ, ഇപ്പോൾ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ നാം കുരുത്തോല പിടിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും ആഘോഷപൂർവ്വം സ്വീകരിക്കുക. ദി പാം ലീവ്സ് സിംബലൈസ് ക്രൈസ്റ്റ്സ് വിക്ടറി ഓവർ ഡെത്ത് ആൻഡ് ദി ഡെവിൾ. കുരുത്തോല വാഴ്ത്തുമ്പോൾ സൃഷ്ടി മുഴുവനും വാഴ്ത്തപ്പെടുകയാണ്. ഫലമൂലാദികളും വൃക്ഷലതാദികളും അവിടെ വാഴ്ത്തപ്പെട്ട കുരുത്തോലകൾ ദൈവീക അനുഗ്രഹങ്ങളെ പകർന്നു കൊടുക്കുന്ന മാധ്യമം ആയി തീരുകയും നമ്മൾ അത് ഭവനത്തിൽ കൊണ്ടുപോയി സൂക്ഷിക്കുകയും ചെയ്യും. 8ാമതായി പെസഹ പെരുന്നാളാണ്, മോണ്ടി തേഴ്സ്ഡേ. യേശുതമ്പുരാൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ ദിവസമാകയാൽ അന്ന് വിശുദ്ധ കുർബാന നമ്മൾ അർപ്പിക്കുന്നു. പെസഹ എന്നാൽ അതിന്റെ അർത്ഥം കടന്നുപോക്ക്, പാസ് ഓവർ എന്നാണ്. മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽക്കാർ മോചനം പ്രാപിച്ചതിന്റെ ഓർമ്മയാണ് പഴയ നിയമ പെസഹ. അത് പുതിയ നിയമത്തിൽ കർത്താവ് ശിഷ്യന്മാരോടൊത്ത് മർക്കോസിന്റെ മാളികയിൽ വെച്ച് പെസഹ ആചരിക്കുമ്പോൾ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അന്ന് കർത്താവ് ശിഷ്യന്മാരുടെ കാൽ കഴുകിയതുപോലെ കാലുകൾ കഴുകൽ ശുശ്രൂഷ നമ്മുടെ ദേവാലയങ്ങളിൽ നടത്തപ്പെടും. To commemorate the Last Supper and the washing of the feet. It is an act of humility and a service. Jesus gave his disciples final instructions. യേശുതമ്പുരാൻ ശിഷ്യന്മാർക്ക് അവസാനത്തെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതോടൊപ്പം തന്നെ കാൽ കഴുകിയത് വിനയത്തിന്റെയും ശുശ്രൂഷയുടെയും മാതൃകയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 8ാമതായി പ്രധാനപ്പെട്ട മാരണയ പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. 9ാമതായിട്ട് വലിയ വെള്ളിയാഴ്ചയാണ്, ദുഃഖവെള്ളിയാഴ്ചയാണ്, ഗുഡ് ഫ്രൈഡേ. യേശുവിന്റെ വരവിന്റെ പൂർത്തീകരണമാണ് ക്രൂശ് മരണം. ഓൺ ഗുഡ് ഫ്രൈഡേ we recall the sacrifice of Jesus Christ on the cross. It is for the forgiveness of humanity's sins. മനുഷ്യകുലത്തിന്റെ പാപത്തിന് വേണ്ടിയുള്ള മരണമായിരുന്നു ക്രൂശിൽ സംഭവിച്ചത്. അതോടൊപ്പം തന്നെ പഴയ നിയമത്തിലെ എല്ലാ പ്രവചനങ്ങളും അദ്ദേഹം അവിടെ വെച്ച് പൂർത്തിയാവുകയും ചെയ്തു.
ദുഃഖവെള്ളിയാഴ്ച നടത്തപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് പ്രദക്ഷിണം. അത് ശ്രീബായുമായി ഗോകുൽത്തായിലേക്കുള്ള യാത്രയെ ഓർത്ത് പള്ളിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം നടത്തുന്നു. രണ്ടാമതായി അരിമത്യാക്കാരൻ യോസേഫ് കർത്താവിനെ അടക്കുവാൻ കൊണ്ടുപോയതിനെ അനുസ്മരിച്ച് പള്ളിക്കുള്ളിൽ ശ്ലീബായുമായി പ്രദക്ഷിണം നടത്തുന്നു. അതോടൊപ്പം തന്നെ ശ്ലീബാ വന്ദനവിന്റെ ശുശ്രൂഷയും വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവിന്റെ ക്രൂശാരോഹണത്തിന്റെയും മരണത്തിന്റെയും കബറടക്കത്തിന്റെ സമയത്ത് നടന്ന പ്രത്യേക സംഭവങ്ങളുടെയും, അതായത് 7 വചനങ്ങൾ, കള്ളന്റെ ഏറ്റുപറച്ചിൽ, സൂര്യൻ അന്ധകാരമായത്, അതിന്റെ എല്ലാം ഓർമ്മ ആ സമയത്ത് നമ്മൾ നടത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കർത്താവിന്റെ മൃതശരീരത്തെ എന്ന സങ്കല്പത്തിൽ നാം ശ്രീബായെ മുത്തുന്നു. അത് കഴിഞ്ഞ് കബറടക്കം നടത്തുന്നു. കർത്താവ് കുടിച്ച കയ്പ് നീരിനെ അനുസ്മരിച്ച് ചുറുക്ക കുടിക്കുന്നു. ഈ ഗുഡ് ഫ്രൈഡേ എന്ന ദിവസത്തെ നമുക്ക് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഗുഡ് ഫ്രൈഡേ ഈസ് ഓൾസോ നോൺ ആസ് ബ്ലാക്ക് ഫ്രൈഡേ, ഹോളി ഫ്രൈഡേ, ഗ്രേറ്റ് ഫ്രൈഡേ ആൻഡ് ഫ്രൈഡേ ഓഫ് ദി പാഷൻ ഓഫ് ദി ലോർഡ്. അപ്പോൾ 9ാമതായി നാം ആചരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ മാറനായ പെരുന്നാളാണ് ദുഃഖവെള്ളി. 10ാമതായിട്ട് ഉയർപ്പ് പെരുന്നാളാണ് ഈസ്റ്റർ, റിസറക്ഷൻ ഓഫ് അവർ ലോർഡ്. മരണത്തെ തോൽപ്പിച്ച് പ്രത്യാശയുടെ വാഗ്ദാനവുമായി രക്ഷകൻ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മയാണ് നമ്മുടെ ഉയർപ്പ് പെരുന്നാൾ. ഇറ്റ് ഇസ് എ ടൈം ഓഫ് ജോയ് ആൻഡ് സെലിബ്രേഷൻ ഫോർ എവറി ക്രിസ്ത്യൻ. The resurrection of Jesus Christ is the cornerstone of the Christian faith and is central to the Christian belief that salvation and eternal life are possible through faith in Him. അന്നത്തെ ദിവസം പാതിരാത്രിക്ക് രാത്രി നമസ്കാരം, അതിന്റെ അന്ത്യഭാഗത്ത് ഉയർപ്പിന്റെ പ്രഖ്യാപനം നമ്മൾ നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രദക്ഷിണമുണ്ട്. അത് സമാധാനത്തിന്റെ ദൂത് ലോകമെങ്ങും പ്രഖ്യാപിക്കുന്നതിന്റെ അടയാളമായി പള്ളിക്ക് ചുറ്റും നമ്മളൊരു പ്രദക്ഷിണം നടത്തുകയാണ്. അവസാനം പരസ്പരം സമാധാനം കൊടുത്തുകൊണ്ട് ശുശ്രൂഷകൾ അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഉയർപ്പ് പെരുന്നാളാണ് നമ്മുടെ മാറനായ പെരുന്നാളിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കൊണ്ടാടുന്നത്. 10ാമതായി നമ്മുടെ മാറനായ പെരുന്നാളാണ് ഉയർപ്പിന്റെ പെരുന്നാൾ. അടുത്തത് സ്വർഗാരോഹണ പെരുന്നാൾ. സൂലോക്കോ എന്ന് സുറിയാനി പറയും. ഫീസ്റ്റ് ഓഫ് അസെൻഷൻ, ഹോളി അസെൻഷൻ ഓഫ് അവർ ലോർഡ്. It commemorates Jesus Christ's physical departure from earth and his glorification with God the Father. യേശുദമ്പരാൻ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയർന്നു പോയതിന്റെ ഓർമ്മയാണ് സ്വർഗാരോഹണ പെരുന്നാൾ. വിശുദ്ധ കുർബാന എന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ സ്ലീബ ആഘോഷം നടത്തുന്നു. അത് ഉയർപ്പിന് ശേഷമുള്ള 40ാം ദിവസമാണ്. അത് എല്ലാ വർഷവും ഒരു വ്യാഴാഴ്ചയായിരിക്കും. അതിനെപ്പറ്റി നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 9-ാം വാക്യം അവിടെ ഇപ്രകാരം വായിക്കുന്നു: ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവർ ആകാശത്തേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറയും. അപ്പോൾ ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിനായി നോക്കി പാർത്തിരിക്കുന്ന നാം ഒരു ശ്രേഷ്ഠമായ പെരുന്നാളായി ഇതിനെ കാണുകയും ചെയ്തു. അപ്പോൾ 11ാമത്തെ നമ്മുടെ മാറനായ പെരുന്നാളാണ് സ്വർഗാരോഹണ പെരുന്നാൾ. 12ാമതായിട്ട് പെന്തിക്കോസ്തി പെരുന്നാളാണ്. പെന്തിക്കോസ്തി പെരുന്നാൾ നമുക്ക് അതിന് പറയാൻ ഡിസെന്റ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ഉയർപ്പിന്റെ 50ാം ദിവസം ഞായറാഴ്ചയാണ് പെന്തിക്കോസ്തി ശുശ്രൂഷ നടത്തപ്പെടുന്നത്. പെന്തിക്കോസ്തി നാളിൽ സഹിയോൻ മാളികയിൽ കൂടിയിരുന്ന
ശിഷ്യന്മാരുടെ സംഘത്തിന്മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ച് അവരെ ആത്മ നിറവുള്ളവരാക്കി തീർക്കുക. The descent of the Holy Spirit on the apostles and other disciples of Christ. അവിടെ കൂടിയിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ആവാസം ഉണ്ടായി. അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുകയും അന്ന് വലിയ ആത്മീയ അനുഭവം അവർക്കെല്ലാം ഉണ്ടാവുകയും ചെയ്തു. ഈ പെരുന്നാളിൽ വെള്ളം കൊണ്ടുള്ള തളിപ്പാണ് ഈ പെരുന്നാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിന്റെയും ജീവന്റെയും പ്രതീകമാണ്. മാമോദീസായിലൂടെ വീണ്ടും ജനനവും പാപമോചനവും പ്രാപിച്ചെങ്കിലും ഈ ലോക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് കറ പുരണ്ടിരിക്കുന്നതായ നമ്മെ ഈ തളിപ്പ് ശുദ്ധീകരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മിൽ മങ്ങിക്കിടക്കുന്ന പരിശുദ്ധാത്മാവിനെ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കുവാൻ പെന്തക്കോസ്തി ശുശ്രൂഷകളിലെ പ്രത്യേക പ്രാർത്ഥനകളും തളിപ്പും നമ്മളെ സഹായിക്കുന്നു. നമുക്കറിയാമല്ലോ, അന്നത്തെ ദിവസം വൈദികര് വെള്ളം തളിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളമെങ്കിലും വീഴുവാൻ ആഗ്രഹിക്കാത്ത ആരും കാണത്തില്ല. അത് ഇറ്റ്സ് എ സിംബൽ ഓഫ് ഹോളി സ്പിരിറ്റ് ആണ്, പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. അത് വളരെ ഭക്തിയോടുകൂടി നാം ആ പെരുന്നാള് ആഘോഷിക്കുകയും ചെയ്യും. പെന്തക്കോസ്ത് ദിവസം നമുക്ക് പ്രധാനപ്പെട്ട 3 ശുശ്രൂഷകളുണ്ട്. ഒന്ന്, പിതാവിനെ സംബോധന ചെയ്തുകൊണ്ട് ഒരു ശുശ്രൂഷ. 2, പുത്രനെ സംബോധന ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ശുശ്രൂഷ. 3-മതായി പരിശുദ്ധാത്മാവിനെ സംബോധന ചെയ്തുകൊണ്ട് 3-മത്തെ ശുശ്രൂഷ. ഈ പെരുന്നാളിനെ പരിശുദ്ധാത്മാവിന്റെ പെരുന്നാൾ എന്ന് നാം വിളിക്കുകയും ചെയ്യുന്നു. അപ്പോൾ 12-മതായി നാം ആചരിക്കുന്ന മാറാനായ പെരുന്നാളാണ് പെന്തക്കോസ്തി പെരുന്നാൾ. അപ്പോൾ ഇത്രയും ഈ 12 പ്രധാനപ്പെട്ട പെരുന്നാളുകളെ നമ്മൾ 1-മത്തെ ഗണത്തിൽ പെടുത്തുന്നവയാണ്. അതായത് ഡേയ്സ് ഓഫ് സിഗ്നിഫിക്കൻസ് ഇൻ ദി ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആർ സെലിബ്രേറ്റഡ് ലൈക്ക് സൺഡേ. ഞായറാഴ്ച പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ നോക്കുന്ന ഈ 12 പ്രധാനപ്പെട്ട മാറാനായ പെരുന്നാളുകൾ. രണ്ടാമതായിട്ട് ഡേയ്സ് ടു ബി കൺസിഡേർഡ് എലോങ് വിത്ത് മാറാനായ പെരുന്നാളിനൊപ്പം ആചരിക്കുന്ന മറ്റു ചില പെരുന്നാളുകൾ നമ്മുടെ സഭയിൽ. അതിൽ 1-മത്തെ പെരുന്നാളാണ് ശൂനോയോ, ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ, ഡോർമീഷൻ ഓഫ് വിർജിൻ സെയിന്റ് മേരി. കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം യോഹന്നാൻ ശ്ലീഹായുടെയും മറ്റ് സ്നേഹന്മാരുടെയും സംരക്ഷണത്തിലാണ് മാതാവ് ജീവിച്ചത്. നമുക്കറിയാമല്ലോ, കർത്താവിന്റെ കാൽവറിയിൽ വെച്ച് യേശുദമ്പുരാൻ യോഹന്നാൻ ശ്ലീഹായെ നോക്കി പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. മാതാവിനോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. അന്ന് മുതൽ ഈ യോഹന്നാൻ ശ്ലീഹ മാതാവിനെ ചേർത്തുകൊണ്ട് അങ്ങനെ കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം യോഹന്നാൻ ശ്ലീഹായുടെയും മറ്റു സ്നേഹന്മാരുടെയും സംരക്ഷണത്തിലാണ് മാതാവ് ജീവിച്ചത്. ഈ മാതാവ് മരണമടഞ്ഞപ്പോൾ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ സ്നേഹന്മാരും മാലാഖമാരും മാതാവിന്റെ ആത്മാവിനെ പർദീസായിലേക്ക് ആനയിക്കാനായി സാക്ഷ്യം വഹിക്കുവാൻ എത്തിയിരുന്നു. തോമാ ശ്ലീഹ ആ സമയം ഭാരതത്തിൽ നിന്ന് അവിടെ എത്തിച്ചേർന്നു വന്ന് വിശുദ്ധ കുർബാന ക്രമത്തിലെ പാട്ടിൽ നാം കേൾക്കുന്നുണ്ട്. ശൂനോയോ പെരുന്നാളിന്റെ മനോഹരമായ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കുവാൻ സാധ്യമാകും. അപ്രകാരം ഇന്ത്യയിലുണ്ടായിരുന്ന തോമാ ശ്ലീഹ ഇന്ത്യയിൽ നിന്ന് മാതാവിന്റെ ആ മരണമടഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു വന്ന് നാം വിശ്വസിക്കുകയും ചെയ്തു. ദിസ് ഹോളി ഡേ മാർക്സ് the occasion of the Virgin Mary's bodily ascent to heaven at the end of her life. അങ്ങനെ മാതാവ് സ്വർഗാരോഹണം ചെയ്തതിന്റെ ഓർമ്മയായിട്ട് നമ്മൾ ഈ വാങ്ങിപ്പെരുന്നാളിനെ കാണുന്നു. ദൈവമാതാവിന്റെ സ്ഥാനം മറ്റുള്ള പരിശുദ്ധന്മാരെക്കാൾ വലുതാണ്. കാരണം
ക്രിസ്തു അവളിൽ നിന്ന് ജഡം ധരിച്ച് മനുഷ്യനായി തീർന്നു. മനുഷ്യരക്ഷയും ലോകത്തിന്റെ വീണ്ടെടുപ്പും അതുമൂലം സാധ്യമാവുകയും ചെയ്തു. അതുകൊണ്ട് ലോകത്തിന്റെ മാതാവായി നമ്മൾ ഈ മാതാവിനെ കരുതുകയും മാതാവിനെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. രണ്ടാമതായി രണ്ടാമത് ഗണത്തിലെ മറ്റൊരു പെരുന്നാളാണ് പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഓർമ്മ, കൊമമറേഷൻ ഡേ ഓഫ് സെയിന്റ് പീറ്റർ ആൻഡ് സെയിന്റ് പോൾ. ശിഷ്യന്മാരിൽ പ്രഥമനായ പത്രോസും ജാതികളുടെ അപ്പോസ്തലനായ പൗലോസും സുവിശേഷം പ്രചരിപ്പിച്ചവരിൽ അഗ്രഗണ്യരാണ്. ഈ രണ്ട് പേര് ഈ യേശുക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിച്ചതുപോലെ ആരും സഹിച്ചിട്ടില്ല. They were both martyred in Rome and on the same day during Nero's persecution approximately in the year 68 AD. 68 ഈ രണ്ടു പേരും പത്രോസും പൗലോസും നീറോ ചക്രവർത്തിയുടെ ആ പീഡന കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടവർ. പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു, പൗലോസിനെ വാളുകൊണ്ട് വെട്ടിക്കും. അതുകൊണ്ട് ക്രിസ്തുവിന്റെ മരണത്തോട് താദാത്മ്യം പ്രാപിക്കുന്ന നിലയിൽ ധൈര്യത്തോടെ തങ്ങളുടെ അന്ത്യത്തെ അഭിമുഖീകരിച്ചവരായിരുന്നു ഈ പത്രോസും പൗലോസും. അതുകൊണ്ട് സഭ അതിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുന്നു. അത് മാറാനായ പെരുന്നാൾ പോലെ അത് കൊണ്ടാടുകയും ചെയ്തു. മൂന്നാമതായി മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖോരമാണ്, കൊമമറേഷൻ ഓഫ് സെയിന്റ് തോമസ്. അത് പ്രധാനമായിട്ടും 2 ദിവസമാണ്. ഡിസംബർ മാസം 21-ാം തീയതിയും ജൂലൈ മാസം 3-ാം തീയതി. മാർത്തോമാ ശ്ലീഹായെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ AD 72 ഡിസംബർ മാസം 18-ാം തീയതി അദ്ദേഹത്തിന് കുന്തമേൽക്കുകയും അത് കഴിഞ്ഞ് 21-ാം തീയതി കൊല്ലപ്പെട്ടു എന്ന് നാം വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ ആ മരണം അടഞ്ഞ മാർത്തോമാ ശ്ലീഹായുടെ തിരുശേഷിപ്പ് തൻ്റെ ആദ്യ പ്രവർത്തന മേഖലയായ എഡേസായിലേക്ക് ആഘോഷപൂർവ്വം കൊണ്ടുപോയതിന്റെ ഓർമ്മയാണ് ജൂലൈ മാസം 3-ാം തീയതി. ഡിസംബർ മാസം 21-ാം തീയതി അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വ ദിനമായി കൊണ്ടാടുകയും ചെയ്തു. അപ്പോൾ മൂന്നാമതായി നമ്മൾ ആഘോഷിക്കുന്ന മാറാനായോടൊപ്പം ആഘോഷിക്കുന്ന പെരുന്നാളാണ് മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖോരോ, കൊമമറേഷൻ ഓഫ് സെയിന്റ് തോമസ്. ഇനിയും ഈ മൂന്നാമത് ഗണത്തിൽ പെടുന്ന കുറച്ച് പെരുന്നാളുണ്ട്. ഡേയ്സ് ടു ബി സെലിബ്രേറ്റഡ് ലൈക്ക് മാറാനായ റിമംബറൻസ്. അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നതാണ് ഫീസ്റ്റ് ഓഫ് കൊമമറേഷൻ ഓഫ് സെയിന്റ്. അതായത് യേശുക്രിസ്തുവിന് ശേഷം ക്രിസ്തുവിന് വേണ്ടി മരിച്ച പരിശുദ്ധന്മാർ. They lived like Christ, for Christ, and gave their life for Christ. ക്രിസ്തുവിനെ പോലെ ജീവിക്കുകയും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും ക്രിസ്തുവിന് വേണ്ടി മരിക്കുകയും ചെയ്ത പരിശുദ്ധന്മാരെ ഓർക്കുന്നതാണ് മൂന്നാമത്തെ ഗണത്തിൽപ്പെട്ടതായ പെരുന്നാളുകൾ. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു പള്ളിയുടെ വിശുദ്ധൻ, ഒരു പള്ളി ആരുടെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നുവോ ആ പരിശുദ്ധന്റെ അല്ലെങ്കിൽ ശുദ്ധിമതിയുടെ പെരുന്നാളും ഈ മൂന്നാമത്തെ ഗണത്തിൽ പെടുന്നതായ മാറാനായ പെരുന്നാളാണ്. അതോടൊപ്പം തന്നെ ഈ മൂന്നാമത് ഗണത്തിൽ പെടുന്ന പെരുന്നാളിനോട് ചേർന്ന് നമ്മൾ ആഘോഷിക്കുന്നതാണ് പാതി നോമ്പ്, മിഡ് ലെന്റ് ഡേ. അതായത് വലിയ നോമ്പിന്റെ പകുതിയാകുമ്പോൾ എല്ലാ ദേവാലയത്തിലും ദേവാലയ മധ്യത്തിൽ ഗോൽഗോൽത്ത സ്ഥാപിക്കാറുണ്ട്. അത് മോശ ഇസ്രായേൽ പാളയ മധ്യത്തിൽ പിച്ചള സർപ്പത്തെ നാട്ടിയതിന്റെ മാതൃകയിൽ പാതി നോമ്പിൽ പള്ളിയുടെ മധ്യത്തിൽ ഒരു ശ്രീബായെ നമ്മൾ സ്ഥാപിക്കും. ഇത് കർത്താവിന്റെ കഷ്ടാനുഭവത്തിലേക്കും തന്മൂലമുള്ള രക്ഷയിലേക്കും വീണ്ടെടുപ്പിലേക്കും
വിരൽ ചൂണ്ടിക്കൊണ്ട് നമ്മെ സന്നദ്ധരാക്കുന്നതാണ് ഈ പാദനോമ്പ്. അവിടെ ആ ദിവസം കുക്കുലിയോന്റെ മധ്യത്തിൽ നമ്മുടെ ആ ഗോകുൽത്തായിൽ ശ്രീബ സ്ഥാപിക്കുകയും ശ്രീബായുടെ കുക്കുലിയോൻ ചൊല്ലുകയും ചെയ്തു. പിന്നീട് മറ്റൊരു പെരുന്നാളാണ് 40-ാം വെള്ളി. 40-ാം വെള്ളി എന്ന് പറഞ്ഞാൽ 40th day of the Lent. On this day, the church commemorates Jesus' temptation by the devil and his victory over him. യേശു തമ്പുരാൻ 40 ദിവസം മരുഭൂമിയിൽ ചെലവഴിക്കുകയും അത് യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിന് മുൻപായി 40 ദിവസം ഉപവസിച്ചതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് 40-ാം വെള്ളി ദിവസം നമ്മൾ ആഘോഷിക്കുന്നത്. പിന്നീട് ദുഃഖശനിയാണ്, ഹോളി സാറ്റർഡേ. അന്നത്തെ ദിവസം വിശുദ്ധ കുർബാന ഉച്ചയോടുകൂടി അവസാനിക്കത്തക്കവണ്ണം ക്രമീകരിക്കുന്നു. അത് നമ്മുടെ കർത്താവ് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരോട് സുവിശേഷം അറിയിച്ചതിന്റെ ഓർമ്മ ദിവസം കൂടിയാണ്. അന്ന് നമ്മുടെ ദേവാലയത്തിൽ സകല മരിച്ചവരെയും ഓർക്കുകയും സെമിത്തേരിയിൽ പൊതുവായി ധൂപം വയ്ക്കുകയും ചെയ്തു. പിന്നീട് വേറെ ഒരു പെരുന്നാളാണ് കെട്ടുനോമ്പ് പെരുന്നാൾ. ഇത് ഞാൻ അവസാനം പറയുന്ന എല്ലാം 3-ാമത് ഗണത്തിൽപ്പെടുന്നതാണ്. കെട്ടുനോമ്പ് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മാതാവിന്റെ ജനന പെരുന്നാളാണ്. അത് എല്ലാ ദേവാലയങ്ങളിലും വളരെ സമുചിതമായി ഈ കാലഘട്ടത്തിൽ ആഘോഷിക്കുന്നുണ്ട്. തമ്പുരാനെ പ്രസവിച്ച ആ അമ്മയുടെ ജനനത്തിന്റെ ഓർമ്മ ദിവസമായി കെട്ടുനോമ്പ് പെരുന്നാൾ നാം ആചരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഡേയ്സ് ഓഫ് ഹാഷ വീക്ക്, ഹാഷ ആഴ്ചയിലെ ദിവസങ്ങളെല്ലാം ഈ 3-ാമത്തെ ഗണത്തിൽ പെടുന്നതായ പെരുന്നാളുകളാണ്. പിന്നീട് ഹേവോറ ദിനങ്ങൾ. ഹേവോറ എന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധി അല്ലെങ്കിൽ വെടിപ്പ് അല്ലെങ്കിൽ വെളുത്ത എന്നുള്ളതാണ്. യേശു തമ്പുരാന്റെ ഉയർപ്പ് മുതൽ നമ്മുടെ ഉയർപ്പിന് ശേഷമുള്ള 1-ാമത്തെ ഞായറാഴ്ച വരെയുള്ള പുതു ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങൾ നമ്മൾ വിളിക്കുന്നത് ഹേവോറ ദിനങ്ങളാണ്. ഈ ഹേവോറ ദിനങ്ങളും ഈ മാറാനായ പോലെ ആചരിക്കുന്ന ദിനങ്ങളായി നാം കണക്കാക്കപ്പെടുന്നുണ്ട്. അവസാനമായിട്ട് മറ്റൊരു കാര്യം കൂടി ഉള്ളത് കർത്താവിന്റെ ചേലാകർമ്മം. എല്ലാ വർഷത്തിന്റെയും ഫസ്റ്റ് ദിവസമായ ജനുവരി മാസം 1-ാം തീയതി നടത്തപ്പെടുന്നതാണ് കർത്താവിന്റെ ചേലാകർമ്മം. ദി സർക്കംസിഷൻ ഡേ. അതായത് ലൂക്കോസിന്റെ സുവിശേഷം 2:20 വായിക്കുന്നുണ്ട്, പരിശോധന കഴിപ്പാനുള്ള 8 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപ്പാദിക്കും മുമ്പേ ദൂതൻ പറഞ്ഞതുപോലെ അവൻ യേശു എന്ന് പേര് വിളിച്ചു. ദിസ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ജൂവിഷ് ലോ which states that boys should be circumcised 8 days after birth. പുരുഷപ്രജ എല്ലാം ഉണ്ടായി കഴിയുമ്പോൾ 8 ദിവസം കഴിയുമ്പോൾ പരിശോധന ചെയ്യണം. ആ രീതിയിൽ പരിശോധനയ്ക്ക് വേണ്ടി യേശുവിനെ കൊണ്ടുവന്ന ദിവസമാണ് കർത്താവിന്റെ ചേലാകർമ്മ പെരുന്നാൾ. അന്ന് നമ്മൾ സഭയാകമാനം ബസേലിയോസ് ഗ്രിഗോറിയോസ് പിതാക്കന്മാരുടെ ഓർമ്മയും പുതുവത്സര ദിനവും നമ്മൾ സമുചിതമായി ആഘോഷിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത്. നമ്മുടെ സഭയുടെ ഫീസ്റ്റ് എന്ന ഒരു വിഷയത്തിൽ ഞാൻ ഇതിനെപ്പറ്റി വിശദമായിട്ട് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചതാണ്. അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മാറാനായ പെരുന്നാളുകൾ കർത്താവിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെ കൊണ്ടാടുന്നതാണ്. അത് കഴിഞ്ഞ് എലോങ് വിത്ത് മാറാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ മനുഷ്യാവതാര ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളെയും അവരെ സംബന്ധിക്കുന്ന സംഭവങ്ങളെയും സ്മരിക്കുന്ന ദിവസങ്ങൾ. 3-മതായി കർത്താവിനെ പ്രതി പീഡകളേറ്റ സഹോദരന്മാരുടെയും കഷ്ടതകൾ സഹിച്ചിട്ടുള്ള ഔദ്യാരന്മാരുടെയും മറ്റ് വിശുദ്ധന്മാരുടെയും ഓർമ്മ ദിനം കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ പെരുന്നാളുകൾ നമുക്ക് സഭ ക്രമീകരിച്ചു തന്നിരിക്കുന്നത് അത് കൃത്യമായി അനുഷ്ഠിച്ചു കഴിഞ്ഞ് നമുക്കതിൽ കൂടി ദൈവത്തിന്റെ നന്മകൾ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ വേണ്ടിയാണ്. ആ രീതിയിൽ ഈ മാറാനായ പെരുന്നാൾ ഫീസ്റ്റ് എന്ന ഈ
പഠന ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ അടുത്ത ആഴ്ച ബാക്കി നമ്മുടെ ഫാസ്റ്റിംഗ് എന്നുള്ള വിഷയവും അത് കഴിഞ്ഞ് ഇമ്പോർട്ടൻസ് ഓഫ് ലിറ്റർജിക്കൽ ഇയർ എന്നുള്ള വിഷയവും ഇതുപോലെ നടത്തുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്ന് ഈ ദിവസം എനിക്ക് വളരെ സന്തോഷമുള്ളത് കാരണം ഈ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച 10 ദിവസം ഞാൻ നമ്മുടെ ഹോളി ലാൻഡിൽ വിസിറ്റ് ചെയ്യാൻ പോയായിരുന്നു. അവിടെ പോയി കഴിഞ്ഞുള്ള എൻ്റെ ആദ്യത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഈ പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ ആ കാര്യങ്ങളൊക്കെയും നേരിൽ കാണുവാനും സാധിച്ചതെന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ്. നിശ്ചയമായിട്ടും നമ്മൾ ഒരു വൈദികൻ പ്രസംഗിക്കുമ്പോഴും ക്ലാസ് എടുക്കുമ്പോഴും വേദപുസ്തകത്തിലെ പല സംഭവങ്ങൾ പറയുമ്പോഴും ആ സംഭവങ്ങൾ നടന്ന സ്ഥലത്ത് പോയി അത് കണ്ടു എന്നുള്ളത് നമുക്ക് ഒത്തിരി ഒരു അനുഗ്രഹവും ഒരു എക്സ്പീരിയൻസ് നൽകുന്നതാണെന്നുള്ള സംശയമൊന്നുമില്ല. ആ രീതിയിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് വിശുദ്ധ നാടുകൾ സന്ദർശിക്കത്തക്കവണ്ണം ദൈവം എന്നെ ഇടയാക്കി. അതുകൊണ്ട് ഈ ക്ലാസ് എടുത്തപ്പോൾ വളരെ സന്തോഷം തോന്നി. യേശുദമ്പുരാന്റെ കാൽവറിയും കബറിടവും അതുപോലെ മാതാവിന്റെ ഒക്കെ ഒത്തിരി പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാണത്തക്കവണ്ണം ഇടയായി. ഈ ക്ലാസ് എടുക്കുവാനും സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവസരം തന്ന ഈ ബീച്ചിനോടും ശ്രദ്ധയോടെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കും. ഇപ്പം Q&A സെഷൻ ആണ്. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് പ്ലീസ് ആസ്ക് അച്ഛൻ now. You can unmute yourself and ask, or you can type your questions. സ്ലീബ വന്ദനം അത് നമ്മളൊരു അത് ചെയ്യുന്നത് ഇങ്ങനെ പറയത്തില്ലേ, അതൊരു നമ്മളിങ്ങനെ ഒരു ജാതീയ ഇത് ചെയ്യുന്നത് പോലെ സ്ലീവായി വന്നിക്കുന്നത്. പിന്നെ അത് എന്തുവാ പറയുന്നത്, പിന്നെ നമ്മളൊരു വിഗ്രഹാരാധന പോലെയാണെന്ന് പറയുന്നവരുണ്ട്. അതിന് അച്ഛൻ എന്തുവാ അഭിപ്രായം പറയുന്നു? ഞാൻ അതിനെപ്പറ്റി നമ്മുടെ ദുഃഖവെള്ളിയാഴ്ച എന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞിരുന്നു. അതായത് കർത്താവിന്റെ മൃതശരീരം എന്ന നിലയിൽ സങ്കല്പത്തിൽ നാം അതിനെ മുത്തുകയാണ്. അപ്പൊ അത് ഒരു സങ്കല്പം നമ്മള് അന്നത്തെ ക്രമത്തിലുടനീളം നമുക്കറിയാം, ഒരു വൈദികൻ ആ ശ്രീവായി എടുത്തുകൊണ്ട് നമ്മൾ പോകുന്നു. അതായത് കർത്താവിനെ വഹിച്ചതുപോലെ, കർത്താവ് ക്രൂശ് വഹിച്ചതുപോലെ ആ ക്രൂശ് എടുത്തുകൊണ്ട് നമ്മൾ പ്രദക്ഷിണം നടത്തുന്നു. അതുകൊണ്ട് കർത്താവിന്റെ മൃതശരീരം എന്ന സങ്കല്പത്തിൽ ശ്രീവായെ മുത്തുന്നത് മാത്രമേ ഉള്ളൂ. അതൊരിക്കലും വിഗ്രഹാരാധനയല്ല. ഒരു സങ്കല്പത്തിൽ നാം അതിനെ വണങ്ങുക എന്നുള്ളതാണ്. ഒരു വൈദികന് ഈ വിശുദ്ധ കുർബാനയിൽ ആശീർവാദം തരുമ്പോൾ അവിടെ നമ്മൾ അച്ഛൻ പറയുന്നു, പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഓർത്ത് ആ പിതാവിനെ നമ്മൾ വണങ്ങുന്നത് പോലെ പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സംസർഗം നമുക്കുണ്ടാകണം എന്ന അനുഭവത്തിൽ നമ്മൾ വണങ്ങിയാണ് അതിനെ സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ മൃതശരീരം എന്ന സങ്കല്പത്തിലാണ് നാം അതിനെ വന്ദിക്കുന്നത്. അത് വിഗ്രഹാരാധനയല്ല. വിഗ്രഹാരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് വേറെ ഒരു കാര്യത്തെ വന്ദിക്കുന്നതാണ് വിഗ്രഹാരാധന. അച്ഛൻ, നമ്മുടെ പരിശുദ്ധന്മാരായിട്ടുള്ള പരിമല തിരുമേനി, അതുപോലെ ആന്ത്രോസ് തിരുമേനിയൊക്കെ ഈ ഒരു ജാനുവരി കഴിഞ്ഞിട്ടുള്ള ഒരു സമയം കുറെ പള്ളികളുടെ പെരുന്നാളുകളുണ്ട്. ആ പെരുന്നാളുകൾ വരുന്ന ഏത് സഭയുടെ പെരുന്നാളിന്റെ കൂട്ടത്തിൽ വരുന്നത്? ലൈക്ക് മാറാനായ അതോ? അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, അത് മൂന്നാമത്തെ ഗണത്തിലായിരുന്നു. അതായത്
ഡേയ്സ് ടു ബി സെലിബ്രേറ്റഡ് ലൈക്ക് മാറാനായി എന്ന് പറഞ്ഞാൽ ഡേയ്സ് ഓഫ് ദി സെയിന്റ് ഓൺ ഹൂസ് നെയിം ദി ചർച്ച് ഈസ് ഡെഡിക്കേറ്റഡ് ഷുഡ് ബി സെലിബ്രേറ്റഡ് ആസ് മാറാനായ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ചർച്ച്. അപ്പം പരിമള തിരുമേനിയുടെയും പരിശുദ്ധന്മാരുടെ എല്ലാം പെരുന്നാളുകൾ അത് മൂന്നാമത് ഗണത്തിലാണ്. അതായത് they lived like Christ, for Christ, gave their life for Christ. അപ്പോൾ ഡേയ്സ് ഓഫ് ദി സെയിന്റ് ഓൺ ഹൂസ് നെയിം ദി ചർച്ച് ഈസ് ഡെഡിക്കേറ്റഡ് ഷുഡ് ബി സെലിബ്രേറ്റഡ് ആസ് മാറാനായ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ചർച്ച്. താങ്ക് യു. അച്ഛാ, ഒരു ക്വസ്റ്റ്യനുണ്ട്. ഈ Okay. യഹൂദന്മാരുടെ പെരുന്നാള് കൂടാര പെരുന്നാൾ എന്നുള്ള അവർക്കൊരു കൂടാര പെരുന്നാളില്ലേ? അതാണോ നമ്മളും ആഘോഷിക്കുന്നത്, അതോ ഇത് വേറെയാണോ? അല്ല, യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 40 വർഷക്കാലം ഈ മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ചപ്പോൾ അവർ കൂടാരങ്ങൾ താമസിച്ചു. അത് അവരെല്ലാ വർഷവും ഓർക്കും. യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട പെരുന്നാൾ ഒന്നാണ് കൂടാര പെരുന്നാൾ. അത് അവരെല്ലാ വർഷവും ഒരാഴ്ച ആഘോഷിക്കുന്ന പതിവുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് മർറൂം മലയിൽ ക്രിസ്തു ഈ തേജസ്സോടെ വന്നു കഴിഞ്ഞപ്പോൾ ആ അനുഭവം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വലിയ ആത്മീയ നിർവൃതിയുള്ള അനുഭവമായിട്ട് മാറി. കാരണം കർത്താവിന്റെ വലിയ തേജസ്, മോശയുടെ സാന്നിധ്യം, ഏലിയാവിന്റെ സാന്നിധ്യം അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ആ ഒരു അനുഭവം. ഉദാഹരണം പറഞ്ഞാൽ 3 ദിവസം യേശുവിന്റെ കൂടെ താമസിച്ച് ആളുകൾ യേശുവിന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. അപ്പം ചില സന്ദർഭങ്ങളിൽ നമുക്കറിയാം, നമ്മുടെ പരിസരബോധം പോലും ഇല്ലാതെ നമ്മൾ പലപ്പോഴും ചില അനുഭവം നമുക്കുണ്ടാകും. എന്ന് പറഞ്ഞതുപോലെ ആ മലയുടെ മുകളിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാനും കയറിയതാണ്. വലിയ മലയുടെ മുകളിലാണ്. അവിടെ ചെല്ലുമ്പോൾ ഉള്ള പ്രത്യേക അനുഭവമുണ്ട്. അപ്പൊ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആ സ്വർഗീയ അനുഭൂതിയുടെ മധ്യത്തിൽ യേശുവിന്റെ വലിയ ഒരു ശോഭ, അതുപോലെ തന്നെ മോശയുടെ സാന്നിധ്യം, ഏലിയാവിന്റെ സാന്നിധ്യം, അത് കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസിന്റെ എളിയ ബുദ്ധിയിൽ തോന്നുകയാണ് ഈ ഒരു അനുഭവം അത് അങ്ങോട്ട് മറക്കുവാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ യഹൂദന്മാർ കൂടാര പെരുന്നാളിനോട് ബന്ധപ്പെടുത്തിയല്ല അത് വാസ്തവത്തില് ഈ മർറൂ പെരുന്നാൾ എന്നുള്ള അതിന്റെ കൃത്യമായ പേര് ട്രാൻസ്ഫിഗറേഷൻ ആണ്. ഇപ്പം കൂടാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ അതിനെ അങ്ങനെ വിളിക്കുന്നെങ്കിൽ തന്നെയും അതിന് പറയുന്ന പ്രധാനപ്പെട്ട പേര് ട്രാൻസ്ഫിഗറേഷൻ ഡേ എന്നുള്ളതാണ്. അപ്പം യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ വേറെ, ഇത് വേറെ. അവരത് ഓർത്തെന്നുള്ളതേ ഉള്ളൂ. അത് ഈ ഒരു പർവ്വതത്തിന്റെ മുകൾ വശമാണ്. ഒരു വലിയ ഉയരമുള്ള മലയാണ്. അവിടെ ഇരിക്കണമെങ്കിൽ ഒരുപക്ഷെ കാലാവസ്ഥയുടെ കാര്യം കൊണ്ടായിരിക്കാം. അപ്പൊ അവിടെ സ്ഥിരമായി താമസിക്കാമെന്നുള്ള ഒരു എളിയ ബുദ്ധിയിൽ പത്രോസ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു അച്ഛാ. അച്ഛാ, എനിക്കൊരു സംശയമുള്ളത്, നമ്മൾ പെസഹ പെരുന്നാള് സ്ഥാപിച്ചത് കുർബാന സ്ഥാപിച്ചത് പെസഹ പെരുന്നാളിന്റെ അന്നാണെന്നല്ലേ പറയുന്നത്? അപ്പൊ യഹൂദന്മാര് പെസഹായ്ക്ക് പുളിപ്പില്ലാത്ത അപ്പമല്ലേ ഉപയോഗിച്ചത്? നമ്മള് കുർബാനയ്ക്ക് പുളിപ്പുള്ള അപ്പമല്ലേ ഉപയോഗിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ യഹൂദന്മാരുടെ പെസഹ പെരുന്നാളിന്റെ അർത്ഥം പാസ് ഓവർ, അതായത് അർദ്ധരാത്രിയിൽ അത് പുളിക്കുന്നതിന് മുൻപ് തന്നെ അവർ പുറപ്പെട്ടത് കൊണ്ടാണ്. അതെ. പക്ഷെ നമ്മുടെ സഭ അതല്ല, പുളിപ്പുള്ള അപ്പമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കൃത്യമായിട്ട് എന്താണ് നമുക്ക് പറയാൻ അത് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പുളിപ്പുള്ള അപ്പം നമ്മുടെ സഭ ഉപയോഗിക്കുന്നു അന്ന് മുതൽ. അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നമ്മൾ എന്തുകൊണ്ടാ അങ്ങനെ യേശു ക്രിസ്തു പുളിപ്പില്ലാത്ത അപ്പം ആയിരിക്കണമല്ലോ ഉപയോഗിച്ചത് സഹായിക്കും. അതല്ലേ യഹൂദന്മാരുടെ യേശുദമ്പുരാന് പുളിപ്പില്ലാത്ത അപ്പം തന്നെ ഉപയോഗിച്ചത്. പക്ഷെ നമ്മള് പുളിപ്പുള്ള അപ്പം തന്നെ ഉപയോഗിക്കുന്നത്. അതിന്റെ പ്രത്യേകിച്ചുള്ള കാരണം എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അന്ന് തൊട്ടേ അത് ഉപയോഗിക്കുന്നു അങ്ങനെ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, അച്ഛന് പേടിയില്ലായിരുന്നോ ഇസ്രായേലിൽ യുദ്ധം നടക്കുന്നതുകൊണ്ട്? ഞാനിടുന്ന മല്ലശ്ശേരി പള്ളിയിലെ ഈ ജൂബിലിയുടെ ഒരു പ്രോഗ്രാം ആയിരുന്നു ഹോളി ലാൻഡ് വിസിറ്റ്. അത് ഞങ്ങൾ പോവാൻ 2023 തുടങ്ങിയതിന്റെ തലയാഴ്ചയാണ് യുദ്ധം ആരംഭിച്ചത്. അത് കഴിഞ്ഞ് വീണ്ടും 2024 നമ്മൾ ശ്രമിച്ചു, നടന്നില്ല. അന്നേരം ഹിസ്ബുള്ള യുദ്ധം ആരംഭിച്ചു.
അപ്പൊ എന്നെ സംബന്ധിച്ച് അപ്പൊ നമ്മൾ അതിനു വേണ്ടി ഒരു തീരുമാനമെടുത്തു. അത് പോകാൻ തന്നെ ഞാൻ ഇറങ്ങി തിരിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മള് എന്ത് വന്നാലും നമുക്ക് എവിടെ പോയാലും ആപത്തും അനർത്ഥവും എല്ലാം വരുമല്ലോ. നമ്മൾ നാട്ടിലിരുന്നാലും വരും. അതുകൊണ്ട് സന്തോഷമുള്ളത് അവിടെ ചെന്നപ്പോൾ വളരെ ശാന്തമായ അന്തരീക്ഷവും അവിടെ വേറെ ആരും ഇല്ലായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിന് 50 പേരിൽ ഞങ്ങളുടെ ഗ്രൂപ്പിന് വളരെ സാവകാശം എല്ലാ സ്ഥലങ്ങളും കാണുവാൻ സാധിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവിടെ 5-6 മണിക്കൂർ ക്യൂ നിന്നാണ് പല സ്ഥലങ്ങളും കാണേണ്ടത്. ഞങ്ങൾക്ക് ആ പ്രയാസം ഉണ്ടായില്ല. വളരെ സാവകാശം സമയമെടുത്ത് ഭംഗിയെ കാണാൻ സാധിച്ചു. ഒരു യുദ്ധമോ ഇതിന്റെ ധ്വനിയോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവരിപ്പോ ടൂറിസ്റ്റ് അലോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ യാതൊരു നമ്മൾ ഈ പത്രം വഴി പല കാര്യങ്ങൾ പറയുന്നെങ്കിൽ അവിടെ നമുക്ക് ഒന്നും അറിയാനേ ഇല്ല. വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവർ നമ്മൾ പെരുമാറുന്നുണ്ട്. ഒരു പ്രശ്നവും ഇല്ല. തന്നെ ഞങ്ങള് പോരാറായപ്പോഴത്തേന് കേരളത്തിൽ നിന്ന് ഒത്തിരി ഗ്രൂപ്പ് വന്ന് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്ന്, കെനിയയിൽ നിന്ന്, മറ്റു രാജ്യങ്ങളിൽ നിന്ന്. അവിടെ നമുക്ക് ഒന്നും അറിയാനേ ഇല്ല. സാധാരണ പോലെ തന്നെ എല്ലാം ഭംഗിയായിട്ട് നടക്കും. താങ്ക് യു അച്ഛാ. Any more questions? ഒരു ക്വസ്റ്റ്യൻ. ഈ പെന്തിക്കോസ്തി പെരുന്നാളിന് ഈ വെള്ളം കൊണ്ടുള്ള ആ തളിപ്പിൽ കൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നില്ലല്ലോ. അത് അത് ഞാൻ പറഞ്ഞല്ലോ, ഈ പെന്തിക്കോസ്തി പെരുന്നാളിന്റെ വെള്ളം, ഈ വാട്ടർ ഈസ് എ സിംബൽ ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന്. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രതീകം കൂടിയാണ്. ആത്മാവിന്റെ പ്രതീകമാണ് നമ്മുടെ ഈ വെള്ളം. അപ്പം നമ്മളിൽ അടങ്ങിയിരിക്കുന്നതായ ആ പരിശുദ്ധാത്മാവിനെ ഒന്നുകൂടി ഉജ്ജ്വലിപ്പിക്കാനുള്ള അനുഭവമാണ് നമ്മുടെ പെന്തിക്കോസ്തി പെരുന്നാൾ. ഞാൻ അവിടെ പറഞ്ഞായിരുന്നു, നമ്മിൽ മങ്ങിക്കിടക്കുന്ന പരിശുദ്ധാത്മാവിനെ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കുവാൻ പെന്തിക്കോസ്തി നാളിലെ പ്രത്യേക പ്രാർത്ഥനയും തളിപ്പും സഹായിക്കുന്നു. അപ്പൊ നമ്മളെ ഒരു വിളക്ക് നമ്മൾ കൂടെ തുടയ്ക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മിൽ മങ്ങിക്കിടക്കുന്ന നമ്മുടെ പരിശുദ്ധാത്മാവ് ഉണ്ട്. പരിശുദ്ധാത്മാവിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിന്റെ രീതികൾ മൂലം പലപ്പോഴും മങ്ങി പോകുമ്പോൾ അത് ഒന്നുകൂടി നമുക്ക് ഓർക്കാൻ, നമുക്കറിയാം, ഒരു മാമോദിസയ്ക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ മുങ്ങിയ മാമോദിസയെ പറ്റി ഓർക്കാനുള്ളൊരു അവസരം കൂടിയാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ പെന്തിക്കോസ്ത് നാളിൽ നമ്മിൽ മങ്ങിക്കിടക്കുന്ന പരിശുദ്ധാത്മാവിനെ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കുവാനുള്ള ഒരു അനുഭവം കൂടിയാണ് ഈ തളിപ്പ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ആ തളിക്കുന്ന വെള്ളം നമ്മുടെ ദേഹത്ത് വീഴുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അനുഭവം അതുണ്ടാവും. അത് തീർച്ചയായും ഉണ്ട്. തന്നെയല്ല, നമുക്കറിയാം, പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ആ ഒരു തുള്ളി വെള്ളം വീഴുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ശരീരം ഒരു വല്ലാത്തൊരു അനുഭവത്തിലേക്ക് വരും. ഒരു ചെറിയ പെരുപ്പ് പോലെ വരും. അപ്പൊ തീർച്ചയായിട്ടും അത് നമ്മള് മാമോദീസായിലൂടെ നമ്മളെ വീണ്ടും ജനനവും പാപമോചനവും പ്രാപിച്ചെങ്കിലും ഈ ലോക വ്യാപാരങ്ങൾ നമ്മൾ ഏർപ്പെട്ട കറ കൊണ്ടിരിക്കുമ്പോൾ നമ്മെ ഈ തളിപ്പ് ശുദ്ധീകരിക്കുന്നതാണ്. അതാണ് അതിന്റെ അർത്ഥം. താങ്ക് യു. ഓക്കെ. Any more questions? Acha, benediction. ഞാൻ പറഞ്ഞാൽ മതിയോ? നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഈ ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടുവാനും ക്ലാസ് കേൾക്കത്തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കി കേട്ട കാര്യങ്ങൾ വീണ്ടും ഓർക്കുവാനും ധ്യാനിക്കുവാനും സഹായിക്കണമേ. ഇതിൽ വന്ന് സംബന്ധിച്ച എല്ലാവരെയും വീണ്ടും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ എല്ലാം ജീവിതത്തെ അനുഗ്രഹിക്കുകയും അവർക്ക് വരാകാവുന്ന ആപത്തനർത്ഥങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, വ്യാധികളിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും ഈ ലോക ജീവിതത്തിൽ സമാധാനമായി ജീവിക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. അവരുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹോദരങ്ങളെ എല്ലാം ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ സ്ത്രീ സമാജത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട IBHനെയും അതിന്റെ സെക്രട്ടറിമാരെയും അതിന്റെ ചുമതലക്കാരെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും
ഇതിൽ സംബന്ധിച്ച എല്ലാവരുടെ മേലും ഒഴുവെപ്പോഴും എന്നേ കൊണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.